ചിലപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവുന്ന വീഡിയോ ആവണമെന്നില്ല. എനിക്ക് വണ്ടികളോട് ഇത്ര താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ലെങ്ത് നോക്കി, പക്ഷെ എൻ്റെ പണ്ടത്തെ ഹോളിവുഡ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. വാ നടന്നോട്ടോ. ഓട്ടോറിക്ഷ ആണെന്ന് തന്നെ എന്തൊരു കലയാണ്. വേറൊരു അടിപൊളി സാധനത്തിനെ കാണിച്ചു കേട്ടോ. ഇത്രയുള്ള സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. ഇത്ര ഉള്ളത് BMW വിറ്റ 3 വീലുള്ളത്, മനസ്സിലായോ? 3 വീലുള്ളത്. ചെറിയ മിനി കൂപ്പർ, മിസ്റ്റർ ബീൻ്റെ കാറ്. വോൾവോ ടൈമും കുറവാണ്. ജാഗ്വർ, ഞാൻ ആലോചിച്ചു ജാഗ്വറിന് വേണ്ടിയൊന്നും കണ്ടില്ല. ജാഗ്വർ മാർക്ക് 2 ആണത്. ഫിയറ്റിൻ്റെ ബീറ്റ്. ഇതിൻ്റെ ഇപ്പോൾ പുതിയ മോഡൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് നിർത്തി. പക്ഷേ BM, പഴയ BM. എനിക്ക് ഇത് ഈ ടൈപ്പ് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ജാഗ്വർ ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞൊരു അത്ഭുതമായി പോയി. 1965 മോഡലാണ്. അപ്പഴ പ്രായമുണ്ട്. അപ്പോൾ ഫോർഡ് മസ്താങ്ങിൻ്റെ ആദ്യത്തെ മോഡൽ 1964 മോഡൽ. പക്ഷേ ഇതും ആ പുതിയ മസ്താങ് തമ്മിൽ ചെറിയൊരു രൂപമുണ്ട്. ഇങ്ങനെ 2 നിലയായിട്ട് ഇങ്ങനെ കിടക്കണേന്ന് കണ്ടോ. വണ്ടിയുടെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ് അവർ, എങ്ങനെയാണ് ഒരു വണ്ടി ഉണ്ടാക്കണേന്ന്. താത്തോട്ടെ. ഇതിൻ്റെ വീഡിയോ വണ്ടി ഓടുന്നത് എങ്ങനെയാണ് കാണിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് റീബിൽഡ് ചെയ്തേ. നിസാൻ, സുബാരുടെ പണ്ടത്തെ ലോഗോ നോക്കി. മസ്ദയുടെ പണ്ടത്തെ ലോഗോ നോക്കി. മസ്ദയുടെ ലോഗോ ഇങ്ങനെ ഒരു ലോഗോ. മിസ്തുബിഷി. ഞാൻ മിസ്തുബിഷിയുടെ അപ്പോൾ 2ാമത്തെ വണ്ടി. മിസ്തുബിഷി കണ്ടില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു. കൊള്ളാം. പോകുന്ന വഴിക്കൊക്കെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ടോ. ഇത് അവരുടെ ഹെഡ് ഓഫീസിൻ്റെ ഒരു കോംപ്ലക്സ് ആണ്. ടൊയോട്ടയുടെ ബസ് കാണാനുള്ള സാധ്യത കുറവാണ് എല്ലാവരും. ഇതാണ് ടൊയോട്ടയുടെ ബസ്. താഴ്ച കാണിച്ചു തരാം. ഇത് ബൈക്കും കൾച്ചറൽ ഗാലറിയാണ്. ബൈക്ക് നോക്കാം. എൻ്റെ പൊന്നോ, സംഭവം ഉണ്ട് കേട്ടോ.
ഹോണ്ട, യമഹ R1, സുസുക്കി, കവാസാക്കി, ഹോണ്ട, സുസുക്കി ഹയാബുസ, പിന്നെ വേറെ ഹോണ്ട, സുബാറു, നിസാൻ, കോസ്മോ, ടൊയോട്ട, സുപ്ര ഫേവറേറ്റ് മോഡൽ. യോ മിസ്തുബിഷി, ഞാനൊരു മിസ്തുബിഷി കാർ ഓണർ ആയതുകൊണ്ടായിരിക്കാം മിസ്തുബിഷി കാറുകളോട് താല്പര്യം. റോൾസ് റോയ്സിൻ്റെ എംബ്ലം വെച്ചിരിക്കുന്നത് ഇത്ര റേഡിയേറ്ററാണ് ശരിക്കും പറഞ്ഞത് റോൾസ് റോയ്സിൻ്റെ. ഓരോന്നിൻ്റെയും ലോഗോസ് ഉണ്ടോ, നമ്മളിതുവരെ കാണാത്ത MGയുടെ ലോഗോ ഉണ്ട്. നമ്മളിപ്പോഴത്തെ MGയുടെ ലോഗോ, പണ്ടത്തെ MGയുടെ ലോഗോ ഉണ്ടോ 1935. വലിയ വ്യത്യാസമിനകത്ത് വരാത്ത ജാഗ്വറിനാണോ, ജാഗ്വറിനും റോൾസ് റോയ്സിനും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ജാഗ്വർ 1937 ഈ ടൈപ്പായിരുന്നു. 1937 ശേഷം 46 വരെ ഈ മോഡലായിരുന്നു. ആയിരത്തി 1945 ശേഷം കാറിൻ്റെ ബാഡ് ഷേപ്പിന് വ്യത്യാസം വന്നവർ പറയുന്നു. ശരിയാ. ഫെറാറി, ഏതൊക്കെ ബ്രാൻഡ് ഏതൊക്കെ കൺട്രിയുടെയാണ്? മെർജി UK, സ്പാർട്ടൻ UK, MG UK എന്തോരം കാർ കമ്പനീസ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. പക്ഷെ ഇപ്പം മിക്കതും UK വിറ്റു. സ്റ്റുട്ട്ഗാർഡിൻ്റെ ലോഗോ ഉണ്ടോ? പണ്ട് ഞാൻ സ്റ്റുട്ട്ഗാർഡ് ഫെറാറിയുടെ ലോഗോ നമ്മൾ സെയിം ആണെന്ന് വിചാരിച്ചിരുന്നു. പണ്ടത്തെ സ്റ്റുട്ട്ഗാർഡിൻ്റെ ലോഗോ ഉണ്ടോ? പണ്ട് ടൊയോട്ട സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ തുണി നെയ്യുന്ന മെഷീൻസ് അല്ലേ, അതായിരുന്നു അവർ ആദ്യം ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ ഒരു ടാങ്കുകൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പയ്യാണ് ഒരു കാർ മാനുഫാക്ചറിങ്ങിലോട്ട് കടന്നു. കാർ നമ്പർ പ്ലേറ്റ്സ് പല രാജ്യങ്ങളിൽ നമ്മൾ ക്യൂബ നമ്മൾ കാണാത്ത, അർജൻറ്റീന, പരാഗ്വേ, മൊണ്ടിനീവോ, നമ്മൾ കാണാത്ത പല രാജ്യങ്ങളിലെയും നമ്പർ പ്ലേറ്റ്സ്. ഇന്ത്യയുടെ നമ്പർ പ്ലേറ്റിൽ കേട്ടോ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ കൊടുക്കാമായിരുന്നു. ദുബായ് ഉണ്ട്, ജപ്പാൻ, ഇന്ത്യയുടെ ഇല്ല. അതെന്താ? നമുക്ക് ഇവിടെ ഈ എൻ്റർ മ്യൂസിയത്തിൽ ആകെ അകത്ത് കയറി നോക്കാൻ പെർമിഷനുള്ള ഒരേ ഒരു വണ്ടിയാണത്. അപ്പം ഇരുന്ന് നോക്കാം. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു വണ്ടി. സ്റ്റീരിങ് കണ്ടോ? ഇതാണ് ആക്സിലേറ്റർ കേട്ടോ. അത് ചെറിയൊരു ലിവറുണ്ട് ആക്സിലേറ്ററിന് കേട്ടോ. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഓക്കെ, അപ്പം ഗിയർ എവിടെ കൊടുത്ത് കിട്ടില്ല. ഗിയർ ഇവിടെ ഉണ്ടോ? കണ്ടോ? വെച്ച് കൂട്ടിയിട്ട് ഇവിടെ ഉണ്ട്. ഇതാണ് ഹാൻഡ് ബ്രേക്കാണത്. ഗിയർ ഉണ്ടോ? 6 അടി പൊക്കമുള്ളവർക്ക് കയറാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഹാൻഡ് ബ്രേക്ക് ആണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇനി ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറയണ്ട. നമുക്കൊരു ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ വാങ്ങിക്കാം.
ടുട്ടൂന് കൊടുക്കാം. ടൊയോട്ട മ്യൂസിയം കഴിഞ്ഞു. ഞാൻ ടോയ് മിസ്തുബിഷി പജേറോടെ ഉണ്ടാകുന്ന നോക്കിയിട്ട് അവിടെ ഇല്ല. അപ്പോൾ കഴിഞ്ഞു. അതാണ് നമ്മുടെ ബസ്. ഇതാണ് ആ കോംപ്ലക്സ്. അതൊരു കാറോജി സൗണ്ട് ആവണല്ലോ. ആഹാ, അടുത്തത് വണ്ടികൾ റേഞ്ച് റോവർ പോർഷെ ഇതാണ് ഫേവറേറ്റ് മോഡൽ.